ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പൊതുവെ നമുക്ക് എല്ലാവർക്കും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, അതുമല്ലെങ്കിൽ പോർക്ക് ഫ്രൈ ഇതെല്ലാം കഴിക്കാൻ ഒത്തിരി ഇഷ്ടമല്ലേ? അപ്പൊ അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമായ രുചിയോട് കൂടിയ മുയൽ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 2 കിലോ മുയലിറച്ചി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഈ വലിയ പീസസ് ഒക്കെ ഒന്ന് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലകളാണ് വേണ്ടത്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മുയൽ ഫ്രൈക്ക് മെയിൻ ആയി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി 6 എണ്ണം, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, 1/2 കപ്പ് വെളിച്ചെണ്ണ, പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഈ മുയൽ ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യമായവ. ആദ്യമേ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുയലിറച്ചിയിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതിന്റെ കൂടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നല്ലവണ്ണം ഒന്ന് പെരട്ടി ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. ഇപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് നമ്മുടെ മുയലിറച്ചി മാറ്റിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ഇറച്ചി പെരട്ടി വെച്ചിരുന്ന പ്ലേറ്റിൽ കുറച്ച് ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയതിന് ശേഷം ഈ മസാല വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ മുയലിറച്ചി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് വറ്റാനുണ്ട്. അപ്പൊ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മുയലിറച്ചി ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാം. ചൂടായി വന്നിരിക്കുന്ന ഈ എണ്ണയിലേക്ക് നമ്മുടെ മുയലിറച്ചി ഓരോന്നായി ഇട്ടു കൊടുക്കാം. അതുപോലെ നല്ലവണ്ണം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇറച്ചി എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാൻ. അല്ല എങ്കിൽ എണ്ണ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ, അതായത് ആദ്യമേ കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മുയൽ ഫ്രൈക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണയെക്കാളും കുറച്ച് എണ്ണ മതിയാവും ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്യുമ്പോൾ. പിന്നെ ഒരുപാട് ഡീപ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇറച്ചിയുടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മുയൽ ഫ്രൈ നമുക്ക് ചപ്പാത്തിയുടെയും പെറോട്ടയുടെയും അല്ലെങ്കിൽ ചോറിന്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ ഒരു മുയൽ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. ഇപ്പൊ നമ്മൾ മുയലിറച്ചി മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ തേങ്ങാക്കൊത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പും ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പൊ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാതെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുയലിറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം
നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള മുയൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മുയൽ ഫ്രൈ നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോയും ഒണിയനും ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ചേർന്ന മിക്സ് ആദ്യമേ വെച്ചു കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന മുയൽ വെക്കുകയാണ്. ഞാനിവിടെ 2 ലെഗ് പീസ് ആണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് വഴി അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.